പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 6 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ
നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ മക്കളെ, നമ്മളെ ഈ കരിമരുന്നില്ലേ, കരിമരുന്ന് ഇപ്പം ചില ആൾക്കാർ ഉടമ്പടിയിലൊക്കെ ചെയ്യണത് തീ കൊളുത്തും, പക്ഷേ മരുന്നുണ്ടാകത്തില്ല. ഞാൻ പണ്ട് ഈ മാതാവിൻ്റെ വണക്കവാസം തുടങ്ങിയില്ല. അപ്പോൾ ഞാനൊരു 6-ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് അറിയാമോ? മാതാവിൻ്റെ വണക്കവാസത്തിന് ഈ ആൾക്കാർക്ക്, ഈ പടുക്കക്കാർക്ക് അറിയാം ഈ മാതാവിൻ്റെ ഞങ്ങളെല്ലാം ആ നാട്ടിലുള്ള പള്ളിത്തോടുകാർ മൊത്തം കത്തോലിക്കരാണ് അവിടെ ഉള്ളത്. വളരെ അപൂർവമായ അക്രൈസ്തരുള്ളൂ. 1, 2, 5, 6 വീട്ടുകാരെ ഉണ്ടാകും. അപ്പോൾ പടുക്കക്കാർക്കറിയാം ഈ വണക്കമാകുമ്പോൾ തന്നെ അവർ കൊട്ടയിൽ പടുക്കവും ചോന്നുകൊണ്ട് വരും. നാട്ടുമ്പുറത്തല്ലേ, അപ്പോൾ അവിടെ വേറെ ഇന്നത്തെ പുറത്ത് വണ്ടിയൊന്നുമില്ല ഞാൻ കാലത്ത്. അപ്പോൾ എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് തോടിൻ്റെ അപ്പുറത്തൂടെ അപ്പോൾ പടക്കക്കാരൻ വരുമ്പോൾ ഞാൻ നോക്കി നിൽക്കും, എനിക്കറിയാതെ പടക്കക്കാരനാണെന്നറിയാം. അപ്പോൾ അപ്പനെ വിളിച്ചുകൊണ്ട് വരും. കാര്യം അപ്പൻ്റെ കാശ്, നമ്മുടെ കാശില്ലല്ലോ. അപ്പോൾ അപ്പനെ പിടിച്ച് നിർത്തും. ഈ പടക്കക്കാരൻ തോടിൻ്റെ അപ്പുറത്തൂടി പോകുമ്പോൾ അയാൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ അപ്പം വിളിക്കണ്ടേ, അത് കാരണം അപ്പനെ വിളിച്ച് നിർത്തും. അപ്പം അതേ പടക്കക്കാരൻ തന്നെ അപ്പം പോയില്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് നിർത്തും. അപ്പോൾ അപ്പന് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. കാര്യം മാതാവിൻ്റെ രൂപമൊക്കെ കഴുകി ഞങ്ങളെ കൊണ്ട്, ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങളോട് പറയല്ലേ, ആ രൂപക്കൂടൊക്കെ ഉണ്ടാക്കി വെക്കണത് മെയ് മാസത്തിലാണ്. അത് അപ്പൻ 2 കാര്യങ്ങൾ ചെയ്യണത് വെച്ചാൽ ഈ തന്നെത്താനാണ് എല്ലാം ചെയ്യത്തുള്ളൂ. എൻ്റെ കുർബാന കുർബാനക്കളപ്പാട പോലും ഞാൻ കുറേ ചമ്മീലുണ്ട്. കാരണം വെച്ചാൽ അപ്പം തന്നെ ഈ കപ്പോലൊക്കെ ഉണ്ടാക്കത്തുള്ളൂ തന്നെത്താൻ. അത് ഈ ലാത്ത പേപ്പറൊക്കെ വെച്ചുണ്ടാക്കും. അതും തലയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കുർബാനക്കളപ്പാടിന് പോയത്. അപ്പോൾ അത് ചില ആൾക്കാരെല്ലാം നോക്കും. അവിടെ ഒരു 10-100 പിള്ളേരുണ്ടെങ്കിൽ എല്ലാവരുടെ ആൾക്കാരെല്ലാം എൻ്റെ തലയുടെ നോക്കണത്. അതപ്പോഴും ഈ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞോളൂ, എനിക്കാണെങ്കിൽ ലോക ചമ്മലാണ് ഈ സംഭവം. കാര്യം പുള്ളിക്കാരെല്ലാം ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു കലാകാരനായിരുന്ന ആൾ. അതുകൊണ്ട് രൂപക്കൂട് ഉണ്ടാക്കും. ഇതുപോലെ രൂപക്കൂട് ഉണ്ടാക്കി അപ്പം ഒരു 1.5 ദിവസത്തെ പണിയാണത്. എന്നിട്ട് ലാത്തപ്പൂവൊക്കെ വെട്ടി ഒരു കൂടൊക്കെ ആക്കി മാതാവിൻ്റെ അടുത്ത് വെച്ച് കഴിയുമ്പോൾ അപ്പന് സമാധാനമാകും. എന്നിട്ട് അതിൻ്റെ അകത്ത് അപ്പൻ എല്ലാ ശനിയാഴ്ചയും പോയി എല്ലാ ദിവസവും പൂ പറിച്ച് വെക്കാത്ത ഒറ്റ ദിവസം ഉണ്ടാകത്തില്ല. എല്ലാ ദിവസവും പൂ പറിച്ച് വെക്കും. അത് വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന അപ്പനാണ്, അമ്മയല്ല. എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളും സ്ത്രീകളൊക്കെ അല്ലേ ചെയ്യണത്. ഇത് അപ്പനാണ് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം. ഈ പൂ പറിച്ച് വെക്കണതും ഒരു 10-12 ചെമ്പരത്തി പൂ പറിച്ചിട്ട് വെക്കും. അപ്പോഴേ എന്താ പടുക്കക്കാരൻ വിളിച്ചിട്ട് വരുമ്പോൾ വലിയ കാശൊന്നും ഉണ്ടാകത്തില്ല. കൊച്ചു കാശേ കൂടുതൽ സാധനം മേടിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെ എൻ്റെ അപ്പൻ്റെയൊക്കെ തലയിരിക്കണത്. അപ്പോൾ ഞാനിങ്ങനെ പടുക്കത്തിൻ്റെ ഇത് മാറ്റി നോക്കും. ഇങ്ങനെ പടുക്കത്തിൻ്റെ അടിയിൽ ഇറിച്ചിൽ വേണമെന്ന് നമ്മൾ സാധനമുണ്ട്, ഇപ്പം ഇല്ലത്. അപ്പോൾ ഞാൻ ഇറിച്ചിൽ വേണം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ പടുക്കത്തിന് അടി വെച്ചിരിക്കും. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച് ഇത്രയുള്ളൊരു സാധനമാണ്. അതിൻ്റെ അകത്ത് മുഴുവനും കരിമരുന്ന് കയറ്റിയിട്ട് അപ്പൻ്റെ അപ്പോൾ 2 ഇറിച്ചിൽ വേണമേ മേടിക്കത്തുള്ളൂ. ഒരു വണക്കത്തിൻ്റെ ദിവസം കത്തിക്കാൻ വേണ്ടി 5-8 പടുക്കവും പൊട്ടിക്കും. 2 ഇറിച്ചിൽ വേണം. അത് അപ്പം തന്നെ വിട്ടുള്ളൂ, നമ്മളെ കാണിക്കുന്നേ ഉള്ളൂ. തിരി കത്തിച്ച് സന്ധ്യയ്ക്ക് ഇങ്ങനെ തീയും കത്തിച്ച് വെച്ചും അപ്പൻ ഇറിച്ചിൽ വേണം വിടും. ഞങ്ങളുടെ കിഴക്ക് വശത്ത് കുറച്ച് സ്ഥലമുള്ള കാരണം അപ്പൻ അങ്ങോട്ടാണ് വിടണത്. പക്ഷേ ആ ഇറിച്ചിൽ വേണം കെട്ടണമെങ്കിൽ 2 അത് അപ്പനമ്മ ഒരു ഗുസ്തി ഉണ്ടാകും. അതൊക്കെ പോകുമ്പോൾ എന്നുവെച്ചാൽ പെരടിക്കണ ചൂലിനടിക്കുക എന്നാണ് ഈ ഇറുക്കിലെടുക്കേണ്ടത്. അത് അപ്പം പൊക്കിയെടുക്കും. അപ്പോൾ അമ്മ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് ഈ ഇറിച്ചിൽ വാണത്തിൽ ചാക്കുന്നൂല് കൊണ്ട് ഈ വാല് കെട്ടി വെക്കണം ഈ ഇറുക്കലിൻ്റെ. എന്നിട്ടാണ് കത്തിച്ച് വിടണത്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കത്തിച്ചാലും ചില ഇറിച്ചിൽ വാണം വിട്ടാലും പോകത്തില്ല. കാര്യം അത് മരുന്ന് നനഞ്ഞിട്ടുണ്ടാകും. അതിപ്പോൾ ഈ പണ്ടത്തെ പെരയും കാര്യങ്ങളൊക്കെ ആയില്ലേ. അപ്പോൾ എങ്ങനെയായാലും വർഷകാലത്ത് ഈ മെയ് മാസത്തിലൊക്കെ ചില സമയത്ത് മെയ് അവസാനം ആകുമ്പോഴൊക്കെ മഴയുടെ പൂരമായിരിക്കും. അത് പോകത്തില്ല. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അത് സൂക്ഷിച്ചൊക്കെ വെച്ച് 1-2 പൊട്ടിക്കും. പക്ഷെ അത് മാതാവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു വീട്ടിലെ പെരുന്നാളാണേ. വീട്ടിലെ പെരുന്നാൾ കരിമരുന്ന് പ്രയോഗവും പെരുന്നാളൊക്കെയാണ് ഈ വണക്കമെന്ന് പറയണത്. നിങ്ങളുടെ വീട്ടിലൊക്കെ അത് ഉണ്ടെങ്കിൽ കളയരുത് കേട്ട. അത് നമ്മൾ ദൈവമായിട്ട് ഉള്ള ഒരു ഭയങ്കര സൗഹൃദമായിട്ടുള്ള
സമ്മേളനമാണ് ആ സായാഹ്നങ്ങളൊക്കെ വണക്കം. അതൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വേദപാഠം കൂടിയാണത് ഈ വണക്കം എന്ന് പറയുന്നത്. അതൊക്കെ പോയിട്ട് പിന്നെ എന്താ ഉള്ളത്, ഇവന്മാർ റീലും നോക്കിക്കൊണ്ടിരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ റീല് നോക്കാൻ വേണ്ടി പിള്ളേരുടെ വഴിക്ക് വിട്ടു. എന്നിട്ട് അവർ 10-50 വയസ്സാകുമ്പോൾ അവർക്ക് 50 വയസ്സാകുമ്പോൾ നിങ്ങളെടുത്ത് പുറത്ത് കളയാം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓൾഡ് ഏജ് ഫോമിൽ കൊണ്ടിടും. അങ്ങനെ കിട്ടാൻ കുഴപ്പമൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കർത്താവിനെ കൊടുത്തിട്ടില്ല. നിങ്ങൾ അവർക്ക് കർത്താവ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പട്ടിണിയാണെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ നോക്കും, സംരക്ഷിക്കും. നിങ്ങൾ തന്നെ അതിൻ്റെ അകത്ത്, എനിക്കിൻ്റെ അകത്ത് ഒരു സങ്കടം തോന്നാറില്ല. ചില ആൾക്കാർക്ക് ചില ഭവിഷ്യത്ത് സംഭവിക്കുമ്പോൾ അവർ കൊടുക്കേണ്ട സമയത്ത്, അവരുടെ കൈ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് അവർക്ക് വേറെ കലാപരിപാടിയൊക്കെ ആയിരുന്നു, അവർ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് നിങ്ങളെ ശ്രദ്ധിക്കണം നിർബന്ധമില്ല. അപ്പം അതല്ല ഞാൻ പറഞ്ഞു വരണത്, ഈ ചില ആൾക്കാർ ഈ ഉടമ്പടി എടുക്കണത് ഇങ്ങനെ കത്തിക്കും, പക്ഷേ ഇരുത്തിൽ വേണം മേലോട്ട് പോകത്തില്ല, അവരുടെ ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. അതെന്താ കാര്യം? ഒന്നെങ്കിൽ മരുന്ന് നനഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എന്തോ മരുന്ന് ഉണ്ടാകത്തില്ല. ആ മൂട്ടിൽ കുറച്ച് കത്തിക്കുമായിരിക്കും നമ്മൾ, അതിനുശേഷം ഇത് മുന്നേ പോകണ്ടേ. എന്താ കാര്യത്തിന് ഉടമ്പടിയുടെ മരുന്നെന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്നോട് മാതാവ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച്. എൻ്റെ പരിശുദ്ധാത്മാവ് ഈശോയും എല്ലാവരും എന്നെ പഠിപ്പിച്ചിരിക്കണം ഈ സംഭവമാണ്, പ്രേക്ഷിത പ്രവർത്തനം. എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം. ഒരാളെ കണ്ടാൽ കർത്താവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഒരാളെ കണ്ടാൽ കർത്താവിനെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെ കർത്താവിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണെന്ന് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. അതാണ് ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനം എന്ന് ഞാൻ പറയും. നമുക്ക് നാളെ അതിനെക്കുറിച്ച് പറയാമേ. ദൈവത്തിൻ്റെ ഇപ്പം നമുക്ക് മാത്രം ശരീരലേപനം കിട്ടിയാൽ പോരെ, തിരിച്ച് ദൈവത്തിന് ശരീരലേപനം കിട്ടണം. അതായത് കർത്താവിന് കൈമാറുന്ന വ്യക്തി കാണുമ്പോൾ, ഇപ്പം ചില ആൾക്കാരുടെ കുഴപ്പം വെച്ചാൽ അവരാ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമേ ചെല്ലത്തുള്ളൂ ഉടമ്പടിയുടെ, അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല. ഇപ്പോൾ ഉദാഹരണം നോക്കിയേ, സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ, ഉടമ്പടി ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് വരുന്നത്? ലൂക്കാ 10:18 അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത്. ആ ഉപമ പറയേണ്ട വല്ല കാര്യമുണ്ടാ? പക്ഷെ പറയണം. കാര്യം സ്വർഗത്തിൽ നിന്ന് മുകളിൽ താഴെ വീഴുന്ന പല സാധനങ്ങളുണ്ട്. എന്താണ്? സാത്താൻ താഴെ വീഴണത് അപ്പം തടി വീഴണ പോലല്ല. അപ്പം തടി വീഴണമെങ്കിൽ താഴെ വരുമ്പോൾ ഒരു കൊല്ലം എടുക്കും. അങ്ങനെയല്ല, സാത്താൻ ഠോ എന്ന് പറഞ്ഞാൽ വീഴുകയാണ്. എപ്പോഴാണ് വീഴണത്? എങ്ങനെയാണ് ഇങ്ങനെ തിന്മയുടെ ശക്തി നമ്മുടെ കുടുംബത്തിൽ പെട്ടെന്ന് അകന്നു പോകണം? എന്താ അത്? പ്രേക്ഷിത വേല ചെയ്യുമ്പോഴാണ്. മത്തായിയുടെ സുവിശേഷം 10:7 പോകുമ്പോൾ അവരെ പറഞ്ഞു വിടണതാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതായത് നിത്യതയെക്കുറിച്ച് പറയണം. അതാ ഉദ്ദേശിക്കണത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കണം എന്നല്ല പറയേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പോകുമ്പോൾ എന്തിനെക്കുറിച്ച് പറയണം? നിത്യതയെക്കുറിച്ച് പറയണം. ബൈബിൾ എന്ത് പറയണം? ബൈബിളിൻ്റെ ലക്ഷ്യം എന്താ? നിത്യതയല്ലേ. നിത്യതയെക്കുറിച്ച് പറയാതെ ആൾക്കാർ പറയും ഭൂമിയെക്കുറിച്ചാണ് പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചോദിക്കണ ഭൂമിയെക്കുറിച്ചല്ലേ. വല്ലതും പിള്ളേരായില്ലേ എന്ന് ചോദിക്കുന്നത് അത് ഭൂമിയെക്കുറിച്ചല്ലേ ചോദിക്കണേ. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ 2-3 മാസം കഴിയുമ്പോൾ തന്നെ ആയാന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ? അത് ഭൂമിയെക്കുറിച്ചാണ് ചോദിക്കണേ. ജോലി അത് ഭൂമിയെക്കുറിച്ചാണ് ചോദിക്കണേ. പ്രൊമോഷൻ അതും ഭൂമിയെക്കുറിച്ചാണ് ചോദിക്കണേ. ലൈഫിൻ്റെ വീട് കിട്ടിയ അതും എല്ലാ ജനങ്ങൾ മുഴുവൻ ചോദിക്കണ ഭൂമിയെക്കുറിച്ചാണ്. പക്ഷേ ഈശോ പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് ചോദിക്കണമെന്ന്, നിത്യതയെക്കുറിച്ച് ചോദിക്കണമെന്ന്. അതാണ് വ്യത്യാസം എന്ന് പറയണത്. നിത്യതയെക്കുറിച്ച് ചോദിക്കണം. അപ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറയണത്. കർത്താവിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന, നിങ്ങൾ കുറേ ഫങ്ഷനൊക്കെ ചെയ്യുന്നുണ്ട്, അതല്ല, ദൈവത്തിന് തോന്നണം നമ്മുടെ സ്വന്തം ആളാണെല്ലാം തോന്നണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. നിത്യതയെക്കുറിച്ച് ചോദിക്കണം. അപ്പം അങ്ങനെ നമ്മൾ നിത്യതയെക്കുറിച്ചുള്ള മറ്റുള്ളവരെ ആത്മീയമായിട്ട് ക്രിസ്തുവിനെ വളർത്തുന്ന സുവിശേഷം വരെ ചെയ്താൽ
സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീഴുമെന്ന്. തിന്മ അങ്ങനെ അകന്നു പോണത്. അപ്പം തിന്മ അകന്നു പോകാൻ വേണ്ടിയുള്ള മാർഗം എന്ന് പറയണത് ദൈവിക മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ്? ദൈവത്തെ, മറ്റുള്ളവർക്ക് ദൈവിക പദ്ധതികൾ. ആ ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. കാര്യം ഉടമ്പടി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സുവിശേഷ വേല ചെയ്യാതെ പറ്റത്തില്ല, എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന അനേകം മക്കളുണ്ട്. ഇന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കൃപാസനത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ കണ്ടില്ലേ, പകുതി മുക്കാലും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സാക്ഷ്യം പറയണില്ല. ഇപ്പോൾ 3 ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് കയറിയില്ല ഈ ദിവസങ്ങളിൽ. അതെന്താ? അവർക്ക് ബോധ്യപ്പെട്ടു ഇതിനെക്കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ചോ. കാര്യം ഇതിൻ്റെ അകത്ത് സുവിശേഷ വിഹിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആരുടെ പൊടിപ്പും തൊങ്ങലും കൊണ്ട് ഒരു സംഭവം ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തിരിക്കണമല്ല. ബൈബിള് കടഞ്ഞപ്പോൾ പൊങ്ങിയ വെണ്ണയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അത് കഴിക്കുന്നതിനൊക്കെ തെളിഞ്ഞ് വരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.